എല്ലാ നായകന്മാരെയും സിനിമയിൽ ആദ്യം അവതരിപ്പിക്കുന്ന ആ ഒരു സീൻ, അതായത് ഇൻട്രൊഡക്ഷൻ സീൻ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ആ സീൻ വളരെ പ്രധാനപ്പെട്ടതാണ് അല്ലെ. അതുപോലെ തന്നെ നമ്മുടെ ലാലേട്ടൻ നിരവധി അനവധി മാസ് കഥാപാത്രങ്ങളും ചെയ്തിട്ടുണ്ട്. പല മറക്കാനാകാത്ത ഇൻട്രൊഡക്ഷൻ സീനുകളും നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും മാസ് സീൻ ആകേണ്ടിയിരുന്ന ഒന്ന്, അതായത് ഒരു ഗുഹയിൽ നിന്ന് തുറന്നുവിടുന്ന അപകടകാരിയായ കാളക്കുട്ടി, ഒരു കുതിരപ്പുറത്ത് വരുന്ന നായക കഥാപാത്രം ചെയ്യുന്ന ലാലേട്ടൻ അതിസാഹസികമായിട്ട് അതിനെ കീഴടക്കുന്നു. അതും 1995 പുറത്തിറങ്ങിയ ഒരു സൂപ്പർ ഹിറ്റ് സിനിമയിൽ. അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. ഹായ്. അപ്പോൾ ലാലേട്ടന്റെ ചിത്രത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായല്ലോ. അടുത്തത്, ആദ്യകാലങ്ങളിൽ ഏറ്റവും അധികം ലാലേട്ടൻ ഹിറ്റുകൾ മലയാളികൾക്ക് സമ്മാനിച്ച ഒരു സംവിധായകനാണ് തമ്പി കണ്ണന്താനം എന്ന് പറയുന്നത്. രാജാവിന്റെ മകൻ എന്ന ഗ്യാങ്സ്റ്റർ ചിത്രം, വഴിയോര കാഴ്ചകൾ എന്നുള്ള മിസ്റ്ററി ഡ്രാമ, ഭൂമിയിലെ രാജാക്കന്മാർ എന്നുള്ള പൊളിറ്റിക്കൽ ത്രില്ലർ, ഇന്ദ്രജാലം എന്ന ക്രൈം ത്രില്ലർ, നാടോടി എന്ന ആക്ഷൻ ത്രില്ലർ, ഇതൊക്കെ അദ്ദേഹത്തിന്റെ സംവിധാനത്തിൽ ഇറങ്ങിയ ചിത്രങ്ങളാണ്. അന്ന് സുരേഷ് ഗോപിയെ നായകനാക്കി തമ്പി കണ്ണന്താനം സംവിധാനം ചെയ്ത ചുക്കാൻ ഇറങ്ങിയതിന് ശേഷം അദ്ദേഹത്തിന് ഒരു ആഗ്രഹം, മോഹൻലാലിനെ വെച്ച് ഒരു മാസ് ത്രില്ലർ ചെയ്യണം എന്നുള്ളത്. അതാണെങ്കിലോ മോഹൻലാൽ ഫാൻസിനെ പൂർണ്ണമായും തൃപ്തിപ്പെടുത്തുന്ന ഒരു സിനിമയായിരിക്കണം എന്നുള്ളത് നിർബന്ധം. അതായത് പക്ക കമേഴ്സ്യൽ ആയിരിക്കണം. ഒപ്പം തുടക്കം മുതൽ ഒടുക്കം വരെ പ്രേക്ഷകർ ലാലേട്ടനെ കാണുമ്പോൾ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കണം. അതായിരുന്നു ആഗ്രഹം. അപ്പോ നേരത്തെ ഞാൻ പറഞ്ഞ ചുക്കാനെ കുറിച്ച് കൂടി ഒന്ന് പറയേണ്ടി വരും. അതായത് അതിന്റെ തിരക്കഥ തയ്യാറാക്കിയത് ബാബു പള്ളാശ്ശേരി എന്ന് പറയുന്ന എഴുത്തുകാരനായിരുന്നു കേട്ടോ. അത് അദ്ദേഹത്തിന്റെ ആദ്യത്തെ തിരക്കഥയുമായിരുന്നു. ആ ചുക്കാൻ ലാലേട്ടൻ ചെയ്യാനിരുന്ന സിനിമയായിരുന്നു. പക്ഷെ ലാലേട്ടന് സമയമില്ലാതെ നീണ്ടു പോയത് കാരണം പിന്നീട് സുരേഷ് ഗോപിയെ നായകനാക്കിയിട്ട് ചെയ്യായിരുന്നു. പക്ഷേ അത് അത്രയ്ക്ക് ഹിറ്റായില്ല. എന്നാലും തമ്പി കണ്ണന്താനം ലാലേട്ടനെ വെച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സിനിമയെക്കുറിച്ച് സംസാരിച്ചത് ഈ ബാബു പള്ളാശ്ശേരിയോട് തന്നെയാണ്. അവസാനം ബാബു പള്ളാശ്ശേരി തല പുകഞ്ഞാലോചിച്ചു. കാരണം ചുക്കാൻ ക്ലിക്കായില്ല. ഇനി അടുത്തതെങ്കിലും ഹിറ്റായാലേ സിനിമാ ലോകത്ത് പിടിച്ചു വെക്കാൻ പറ്റുള്ളൂ. കാരണം ചുക്കാൻ ആദ്യത്തെ പടമാണല്ലോ അദ്ദേഹത്തിന്റെ. അപ്പോൾ അങ്ങനെ ഒരു ടെൻഷൻ വെച്ചുകൊണ്ട് അദ്ദേഹം തല പുകഞ്ഞാലോചിച്ചു. അവസാനം കണ്ണന്താനത്തെ വിളിച്ച് അദ്ദേഹം ചോദിച്ചു, ഒരു CID പടം ആയാലോ ഒന്ന്. കേട്ടപാടെ കണ്ണന്താനം സമ്മതിക്കുകയും ചെയ്തു. ഉടനെ പള്ളാശ്ശേരിയെ ചെന്നൈക്ക് വിളിപ്പിച്ചു. കഥ ലാലേട്ടനും ഇഷ്ടമായി. അവിടെ ചെന്നൈയിൽ തന്നെ കണ്ണന്താനത്തിന്റെ വീട്ടിലിരുത്തി തന്നെ തിരക്കഥയും എഴുതിച്ചു. ആ സിനിമയിലെ ലാലേട്ടന്റെ ഇൻട്രൊഡക്ഷൻ സീനായിരുന്നു ഞാൻ ആദ്യം പറഞ്ഞ ആ കാളക്കുട്ടിയെ കീഴ്പ്പെടുത്തുന്ന ഒരു സീൻ എന്ന് പറയുന്നത്. പക്ഷേ ആ സീൻ നിങ്ങൾ ഒരു സിനിമയിലും കണ്ടിട്ടുണ്ടാവില്ല. അതിന് പകരമായിട്ട് വെറും ഒരു പെപ്സി കുടിച്ചു നിൽക്കുന്ന ലാലേട്ടന്റെ ഇൻട്രൊഡക്ഷൻ സീനായിരിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക. കാരണം ആ ആദ്യം പറഞ്ഞ സീൻ ലാലേട്ടന് പറ്റില്ലെന്ന് പറഞ്ഞു. അതായത് സ്പെയിനിലെ കാളപ്പോരിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ആ സീനിന് വേണ്ടിയുള്ള ലാലേട്ടന്റെ കോസ്റ്റ്യൂം അടക്കം തയ്യാറാക്കി വെച്ചപ്പോ അവസാന നിമിഷമാണ് ലാലേട്ടൻ നോ പറഞ്ഞത്. എന്നിട്ട് തിരക്കഥ മാറ്റി എഴുതി തമിഴ്നാട്ടിലെ ഒരു തിയേറ്ററിൽ ഗുസ്തി പിടിച്ച് ടിക്കറ്റ് എടുത്ത് തിയേറ്ററിലേക്ക് ആദ്യം കയറി 1000 രൂപ സമ്മാനം മേടിക്കുന്ന ഒരു സീനാക്കി മാറ്റി. ഇപ്പോ സിനിമ ഏതാണെന്ന് എല്ലാവർക്കും പിടികിട്ടിയല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും മാന്ത്രികത്തിലെ ജഗദീഷിനോടൊപ്പമുള്ള ആ ഒരു ഇൻട്രോ. ഇനി ലാലേട്ടൻ എന്തുകൊണ്ടാണ് നോ പറഞ്ഞത് എന്ന് കൂടി പറയാം. അതായത് ഒരു ചികിത്സ കഴിഞ്ഞു വന്നതുകൊണ്ട് മൃഗങ്ങളുമായിട്ട് ഓവർ സ്ട്രെയിൻ എടുത്ത് അഭിനയിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതായിരുന്നു പ്രശ്നം. അപ്പോൾ പിന്നെ ഡ്യൂപ്പിനെ വെച്ചാലോ എന്ന് നമ്മളുടെ ബാബു പള്ളാശ്ശേരി ചോദിച്ചു. പക്ഷേ ലാലേട്ടൻ കട്ടയ്ക്ക് സമ്മതിച്ചില്ല. ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഞാൻ തന്നെ ചെയ്യും എന്നുള്ളതായിരുന്നു ലാലേട്ടന്റെ വാശി എന്ന് പറയുന്നത്. ഒടുവിൽ ലാലേട്ടന്റെ ശാരീരിക സ്ഥിതിയെ മാനിച്ച് അത് ഒഴിവാക്കി വേറെ ഇൻട്രോ സീൻ എഴുതിയത് എന്നുള്ളതാണ് സത്യം. ആൽബി റോമിയോ ഹെഗ്യുറ്റ എന്നുള്ളതായിരുന്നു മോഹൻലാലിന്റെ കഥാപാത്രത്തിന്റെ പേര്. സൂപ്പർ ഹിറ്റായ ആ ലാലേട്ടൻ ചിത്രത്തിന് വേറെയും കുറെ പ്രത്യേകതകളുണ്ട് കേട്ടോ. അതായത് ലാലേട്ടന് മാജിക് അവതരിപ്പിക്കുന്ന സീനുകൾ അതിൽ കുറച്ചുണ്ട്. അതിൽ ആ മാജിക് അവതരിപ്പിക്കുന്ന ചില രംഗങ്ങൾ സിനിമയിൽ കണ്ടിട്ട് ആ മോഹൻലാലിന്റെ ആ കൈവേഗം കണ്ടിട്ട് അന്ന് ഈ മാജിക്കിനെ സഹായിക്കാൻ എത്തിയ പ്രശസ്ത മജീഷ്യൻ RK മലയത്ത് പലപ്പോഴും അന്തിച്ചു പോയി അദ്ദേഹത്തെ പ്രശംസിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് അത്രയ്ക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആ ഒരു നിമിഷങ്ങൾ അതിലുണ്ടായിട്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മളുടെ വിനായകൻ എന്ന് പറയുന്ന സിനിമാ നടൻ, അതായത് ഇപ്പോ വിവാദത്തിലായിരിക്കുന്ന നടൻ എന്ന് പറയുന്നത്, അദ്ദേഹം ആദ്യമായിട്ട് വെള്ളിത്തിരയിൽ മുഖം കാണിച്ചത് ഈ മാന്ത്രികം എന്നുള്ള സിനിമയിലാണ്. അപ്പോൾ അടുത്ത സിനിമാ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഈ സിനിമയുടെ പിന്നാമ്പുറ കഥകൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സോ താങ്ക് യു സോ മച്ച്.